ഹലോ എവ്രി വൺ, വെൽക്കം ടു നോട്ട് ബഡി ഡോട്ട് ഇൻ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 മാച്ച് ബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഇതൊരു റിവിഷൻ ക്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചാപ്റ്ററിന്റെ ബ്രീഫ് സമ്മറിയും എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ചാപ്റ്ററിന്റെ ഡീറ്റെയിൽഡ് നോട്ട്സും സമ്മറിയും ആക്ടിവിറ്റീസും എല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ നോട്ട് ബഡി ഡോട്ട് ഇൻ എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റ് ചെക്ക് ചെയ്താൽ മതി. ആൻഡ് ഓൾസോ സൈറ്റിൽ എന്തുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് പെട്ടെന്ന് തന്നെ ചാപ്റ്ററിലേക്ക് പോയാലോ. ആശപൂർണ ദേവി എഴുതിയിട്ടുള്ള മാച്ച് ബോക്സ് എന്ന് പറഞ്ഞ ഈ ഒരു സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നൊമിതയാണ്. അവരെന്താണ്, ഈ ഒരു ട്രഡീഷണൽ ജോയിന്റ് ഫാമിലിയിൽ ജീവിച്ചു വരുന്ന ഒരു വ്യക്തിയാണ്. അവരെ കമ്പയർ ചെയ്യുന്നത് എന്താണ്, മാച്ച് ബോക്സുമായിട്ടാണ്. ഈവൻ ദോ അവർക്ക് നല്ലൊരു പവർ ഉണ്ട്, ഒരു ഫയർ ക്രിയേറ്റ് ചെയ്യാനുള്ള പവർ ഉണ്ട്. പക്ഷെ അത് ഉപയോഗിക്കാതെ സപ്രസ് ആയിക്കൊണ്ട് ഇരിക്കുകയാണ്. ഈ ഒരു സ്റ്റോറിയിൽ നൊമിതന്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. അവരുടെ ആ ഒരു ഹസ്ബൻഡ് ഇവരിങ്ങനെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നതും, അതുപോലെ തന്നെ ആ ഒരു മെയിൽ കൺട്രോളും ഫ്രീഡം ഇല്ലായ്മയും ഹ്യൂമിലിയേഷനും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ കാണാൻ സാധിക്കുക. വുമൺ ആർ കമ്പയർഡ് ടു മാച്ച് ബോക്സ് ഫുൾ ഓഫ് ഫയർ ബട്ട് കെപ്റ്റ് അൺയൂസ്ഡ്. ഇവിടെ ഓദർ വുമണിനെ ഒരു മാച്ച് ബോക്സ് ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അവർക്ക് ഒരു 100 ലങ്ക കത്തിക്കാനുള്ള ആ ഒരു ഫയർ ഉണ്ട്, അതിനുള്ളൊരു പവർ ഉണ്ടെങ്കിൽ പോലും അവര് ഭയങ്കരമായിട്ട് സൈലന്റ് ആണ്, അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നില്ല. ആ ഒരു സ്ട്രെങ്ത് ഒന്നും സപ്രസ് ചെയ്തുകൊണ്ട് വെച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത്. സ്റ്റോറി സെറ്റ് ഇൻ എ ജോയിന്റ് ഫാമിലി ഹൗസ്. ഈ ഒരു സ്റ്റോറി നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ലാർജ് ജോയിന്റ് ഫാമിലി ഹൗസിലാണ്. ഇവിടെ നൊമിതയാണ് സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത്. അവര് ജീവിക്കുന്ന അവരുടെ ഹസ്ബൻഡിന്റെ കൂടെയാണ്. ഹസ്ബൻഡിന്റെ പേര് അജിത്ത് എന്നാണ്. നൊമിത ഫൈൻഡ്സ് എ ലെറ്റർ ഇൻ അജിത്സ് പോക്കറ്റ്. ഒരു ഞായറാഴ്ച രാവിലെ ക്ലോത്ത്സ് ഒക്കെ വാഷ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന സമയത്ത് നൊമിതക്ക് ഒരു ചുരുണ്ട ഒരു ലെറ്റർ കിട്ടുകയാണ്. അവൾക്കുള്ള ലെറ്റർ ആണ്, നൊമിതക്കുള്ള ലെറ്റർ ആണ്. പക്ഷെ അജിത്ത് പോക്കറ്റിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളതാണ്. ലെറ്റർ കെയിം 3 days earlier ഹിഡൻ ബൈ അജിത്ത്. 3 ദിവസം മുന്നേ വന്നിട്ടുള്ളൊരു ലെറ്റർ ആണത്. അത് അജിത്ത് എന്ത് ചെയ്തതാണ്, ഹൈഡ് ചെയ്ത് വെച്ചതാണ്. അജിത്ത് ഓഫൻ ഓപ്പൺസ് ആൻഡ് വിത്ത് ഹോൾഡ് ഹെർ ലെറ്റേഴ്സ്. അജിത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, അത് തുറക്കുകയും ചെയ്തിട്ടുണ്ട്, വായിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഈ സമയത്ത് മാത്രമല്ല, ഇതിന് മുന്നേയും ചെയ്തിട്ടുണ്ട്. കാരണം ഇതൊരു ആക്സിഡന്റ് ആയിട്ട് സംഭവിച്ചല്ല, അറിയാതെ നമ്മൾ ചില സമയത്ത് നമ്മൾ പൊട്ടിച്ച് വായിച്ചു പോകുന്നത് പോലെയല്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. ഇതൊരു അഗ്ലി ഹാബിറ്റ്, ഒരു ബാഡ് ഹാബിറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ലെറ്റർ ഈസ് ഫ്രം നൊമിതാസ് വിഡോഡ് മദർ. ഈ ലെറ്റർ വന്നിട്ടുള്ള ആരുടെ അടുത്തുനിന്നാണ്, മദറിന്റെ അടുത്ത. മദർ വിഡോഡ് ആണ്, അതായത് നൊമിതക്ക് അച്ഛനില്ല. മദർ റൈറ്റ്സ് അബൌട്ട് പോവർട്ടി ആൻഡ് ട്രബിൾസ്. മദർ എന്തിനു വേണ്ടിയിട്ടാണ് കത്ത് എഴുതിയിട്ടുള്ളത്, ഈ ഒരു മകളെ അടുത്ത് ഇവരുടെ ഈ ഒരു ദാരിദ്ര്യം, അതുപോലെ തന്നെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഓപ്പൺ അപ്പ് ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അവർക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് വേണം. വിഡോഡ് ആണല്ലേ, അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഫിനാൻഷ്യലി ഹെൽപ്പ് വേണമായിരുന്നു. അജിത് മോക്സ് ഹെർ സെയിങ് ജസ്റ്റ് സെൻഡ് മണി. അജിത്ത് പറയുന്നത് എന്താ വെച്ചാൽ, അജിത്ത് കളിയാക്കുകയാണ്, ഒരാളെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആ ലെറ്റർ വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് കുറച്ച് പൈസ അയച്ചു കൊടുത്തേക്ക്, അതിനു വേണ്ടിയായിരിക്കും അവര് ഈ ഒരു ലെറ്റർ അയച്ചിട്ടുണ്ടാവുക. കാരണം ഈ ഒരു ലെറ്റർ വന്ന് അവർ ഓൾറെഡി അത് വായിച്ചു കഴിഞ്ഞു. എന്നിട്ട് ഇവരെന്ത് ചെയ്യാണ്, കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. വായിക്കേണ്ട ആവശ്യം പോലും ഇല്ല, പൈസ അയച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട്. നുമിത ഫീൽസ് അഷെയിംഡ് ആൻഡ് ആംഗ്രി. ആർക്കായാലും ഭയങ്കരമായിട്ട് ദേഷ്യവും വിഷമവും കാര്യങ്ങളും ഒരു നാണക്കേടും എല്ലാം തോന്നുകയാണ് അവർക്ക്. അതുപോലെ തന്നെ ഇത് ഫസ്റ്റ് സംഭവമല്ല, ഇതിനു മുന്നേ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതേ സെയിം കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഇത്രയും ദേഷ്യവും കാര്യങ്ങളും ഒക്കെ വരുന്നത്. ഇവരുടെ ഈ ഒരു വഴക്ക് അധികമാവുന്ന സമയത്ത് അജിത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അജിത്ത് പറയുന്നുണ്ട്, ഞാൻ മറന്നുപോയതാണ്, ഞാൻ ഇത് ചെയ്തതല്ല, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുന്ന സമയത്ത് നൊമിത ബിക്കം ഫ്യൂരിയസ്. അവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. ഈ ഒരു ആർഗ്യുമെന്റ് ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്ത് അജിത്ത് എന്ത് ചെയ്യാണ്, അജിത്ത് ഇൻസൾട്ട് ഹെർ മദർ ആൻഡ് ബാക്ക്ഗ്രൗണ്ട്. അമ്മനെ ഇൻസൾട്ട് ചെയ്യാണ്, അമ്മനെ ബെഗർ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ആ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, കളിയാക്കുന്നുണ്ട്. ഇൻറേജ് നൊമിത ബേൺസ് ഹെർ സാരി വിത്ത് എ മാച്ച്. നൊമിത എന്താ ചെയ്തത്, ദേഷ്യത്തില് ആ ഒരു ഡെസ്പറേഷനിൽ നൊമിത തീ കൊളുത്താണ് അവളുടെ സാരിയില്. അജിത്ത് ആകെ ഷോക്കായിട്ട് പേടിക്കുക അല്ലേ ചെയ്യുന്നത്. അജിത്ത് പുട്സ് ഇറ്റ് ഔട്ട് ഫീൽസ് അഫ്രൈഡ് ഓഫ് ഹെർ. അജിത്ത് അത് പെട്ടെന്ന് തന്നെ കെടുത്തുന്നുണ്ട് ആ ഒരു തീ. പക്ഷെ ഭയങ്കരമായിട്ട് ഈ ഒരു ഫയർ കണ്ടിട്ട് അയാൾ പേടിക്കാണ്. കാരണം ഒരിക്കലും വിചാരിക്കുന്നില്ല നൊമിത ഇങ്ങനെ ഒരു കാര്യം ചെയ്യും എന്നുള്ളത്. അദ്ദേഹത്തിന് ആ ഒരു സമയം ഇങ്ങനെ കാമാക്കി കൊണ്ടിരുന്നുണ്ട് ആ ഒരു സിറ്റുവേഷൻ. പക്ഷെ നൊമിതന്റെ ഈ
ഒരു ആക്ഷൻ എന്താണ് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഫാമിലി മെമ്പേഴ്സിന്റെ അടുത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഇൻസിഡന്റ് നൊമിത ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അവൾ അതൊരിക്കലും ആഗ്രഹിക്കുന്നില്ല അത് പുറത്ത് പറയാൻ. ബട്ട് ഫാമിലി മെമ്പേഴ്സ് മോക്സ് ആൻഡ് ടോൺ നൊമിത. ഫാമിലി മെമ്പേഴ്സ് എന്താ ചെയ്യുന്നത്, അവളങ്ങനെ കളിയാക്കുകയും ഗോസിപ്പ് ചെയ്യുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ഈ ഒരു ചാപ്റ്ററിലെ ഒരു എൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, വുമൺ ആർ ലൈക്ക് മാച്ച് ബോക്സ് ഫയർ ഇൻസൈഡ് അൺയൂസ്ഡ്. അതായത് വുമൺ എന്ന് പറയുന്നത് എന്താണ്, മാച്ച് ബോക്സ് പോലെയാണെന്നാണ് പറയുന്നത്. ഉള്ളിൽ എന്താണ്, ഫയർ ആണുള്ളത്, തീയാണുള്ളത്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, അത് ഉപയോഗിക്കുന്നില്ല എന്നാ പറയുന്നത്. ഈ ഒരു മാച്ച് ബോക്സ് എന്നുള്ള ഈ ഒരു സ്റ്റോറി എൻഡ് ചെയ്യുന്ന ഒരു പവർഫുൾ ഐഡിയ നമുക്ക് തരുന്നുണ്ട്. അതായത് വുമൺ ആർ ലൈക്ക് മാച്ച് ബോക്സ്, അത് ഫുൾ ഓഫ് എന്താണ്, ഹിഡൻ ഫയറും സ്ട്രെങ്ത്തും ആണ്. പക്ഷേ സൊസൈറ്റിയും പാട്രിയാർക്കും ഈ ഒരു പുരുഷാധിപത്യം ഒക്കെ അവരെ ഫോഴ്സ് ചെയ്യാണ് സൈലന്റ് ആയിട്ടും അൺയൂസ്ഡ് ആയിട്ടും ഒക്കെ നിൽക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു നൊമിതന്റെ ഈ ഒരു സാരി ബേൺ ചെയ്യുന്നതിലൂടെ സിംബലൈസ് ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞാൽ ആ ഒരു സപ്രസ്ഡ് ആങ്കർ, അവരുടെ അടിച്ചമർത്തപ്പെട്ട ആ ഒരു ദേഷ്യം, അതുപോലെ എന്താണ്, അതൊരു വാണിങ്ങും കൂടിയാണ്. ഈ ഒരു ഫയർ എന്താണ്, ഏത് സമയവും പുറത്തേക്ക് വരാം. ഫ്ലെയർ അപ്പ് എനി ടൈം എന്നാണ് അല്ലേ, അതായത് ഏത് സമയം ഇതെല്ലാം പൊട്ടിത്തെറിച്ച് പുറത്തേക്ക് വരാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദ സ്റ്റോറി ഏർജ് അസ് ടു റെക്കഗ്നൈസ് വുമൻസ് ഡിഗ്നിറ്റി, ഫ്രീഡം ആൻഡ് ഇക്വാലിറ്റി. ഈ ഒരു സ്റ്റോറി ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഈ ഒരു വുമന്റെ ഈ ഒരു ഡിഗ്നിറ്റിയും ഫ്രീഡും ഇക്വാലിറ്റിയും ഇതൊക്കെ എന്താണ്, റെക്കഗ്നൈസ് ചെയ്യപ്പെടണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ notebuddy.in എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിലുണ്ട്. പോരാതെ ഈ ഒരു ചാപ്റ്ററിന്റെ എല്ലാ ആക്ടിവിറ്റീസും നോട്ട്സും ഉണ്ട്. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, നന്നായിട്ട് പഠിക്കാം. താങ്ക്